ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നത്. പല ആൾക്കാരും എന്നോട് ചോദിക്കും, ചേട്ടാ എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏണിങ്സ് വരുന്നില്ല, ക്യാഷ് വരുന്നില്ല? അപ്പോൾ ഞാൻ അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും, നമ്മളുടെ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് കാണാം. ഈ പ്രൊഫൈൽ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മോണിറ്റൈസേഷന്റെ ഭാഗത്ത് ആക്റ്റീവ് എന്ന് കാണാം. ഓക്കെ, ഈ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, യുവർ പ്രൊഫൈൽ ഈസ് ആക്റ്റീവ് ആൻഡ് ഏണിംഗ്. നിലവിൽ എനിക്ക് ടൂളുകളൊക്കെ ലഭിച്ചതുകൊണ്ട് അവിടെയൊക്കെ അങ്ങനെ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു പച്ച ബോർഡറിലായിരിക്കും കാണുന്നത് യുവർ പ്രൊഫൈൽ ഈസ് ആക്റ്റീവ് ആൻഡ് ഏണിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണുമ്പോൾ തന്നെ അവരുടെ ധാരണ നമ്മളുടെ അക്കൗണ്ട് മോണിറ്റൈസേഷനായി ഇനി നമുക്ക് ഏണിങ്സ് വന്ന് തുടങ്ങും എന്നാണ് പലരുടെയും ധാരണ. തികച്ചും തെറ്റായ ധാരണയാണ്. നിങ്ങളുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് 3-4 മാസം നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്റ്റീവ് ആയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ആക്റ്റീവ് എന്ന് കാണിക്കും. അതായത് ഈ മോണിറ്റൈസേഷൻ്റെ ഈ ഭാഗത്ത് ആക്റ്റീവ് എന്ന് കാണിക്കും. അപ്പോൾ ഇങ്ങനെ ആക്റ്റീവ് എന്ന് കാണിച്ചത് കൊണ്ട് മാത്രം നമ്മൾക്ക് എമൗണ്ട്, നമ്മുടെ ഫേസ്ബുക്കിന്റെ ലഭിക്കുന്ന കണ്ടന്റിന് ലഭിക്കുന്ന ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തണമെന്നില്ല. നമ്മൾക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ റീൽസിനും വീഡിയോക്കും ആ കണ്ടന്റ് ലഭിക്കുന്ന ഏണിങ്സ് നമുക്ക് അക്കൗണ്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. ഈ ഓരോ ടൂളുകൾ മുഖാന്തരമാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഏണിങ്സ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന മെയിൻ ടൂളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സി വാട്ട് ടൂൾസ് ആർ അവൈലബിൾ. അതായത് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ടൂളുകൾ ഏതൊക്കെയാണെന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ എനിക്ക് എല്ലാ ടൂളുകളും ലഭിച്ചത് കൊണ്ട് ഈ മുകളിൽ തന്നെ ഇവിടെ യുവർ ടൂൾ, അതായത് യുവർ പ്രോഗ്രാം, എനിക്ക് ലഭിച്ചിട്ടുള്ള ടൂൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ എന്ന് അവിടെ കാണാൻ സാധിക്കും. അതായത് താഴെ ഇവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും, യു ആർ നോട്ട് എലിജിബിൾ. അത് ഞാൻ ഉദാഹരണം ചെയ്ത് ഇവിടെ കാണിക്കാം. എൻ്റെ വേറൊരു പേജിൽ ഞാൻ പോയിട്ട് അതിൻ്റെ 3 ഡോട്ടിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ ഇതിൻ്റെ പേജ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതാ നമ്മൾക്കിവിടെ മോണിറ്റൈസേഷൻ നോട്ട് എലിജിബിൾ എന്ന് ഇവിടെ കാണിക്കും. മനസ്സിലായ? ഇത് ഒരു 3-4 മാസം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പേജിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, അതായത് റീൽസ്, വീഡിയോ, ഫോട്ടോയിൽ ഇട്ടിട്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇവിടെ നേരെ ആക്റ്റീവ് എന്നാണ്, മോണിറ്റൈസേഷൻ ആക്റ്റീവ് എന്ന് കാണും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രൊഫൈലിൽ, നേരത്തെ കാണിച്ചിരുന്ന പ്രൊഫൈലിൽ കാണിച്ചതുപോലെ തന്നെ യു ആർ എലിജിബിൾ ടു ഏണിംഗ് മണി എന്ന് അവിടെ കാണാൻ സാധിക്കും. അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ യു ആർ നോട്ട് എലിജിബിൾ ടു ഏൺ മണി യെറ്റ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പോൾ നമുക്ക് ഈ ടൂളിൽ സി വാട്ട് ടൂൾസ് ആർ അവൈലബിൾ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് നേരത്തെ യുവർ പ്രോഗ്രാം എന്നിട്ട് നമ്മുടെ മുകൾ ഭാഗത്ത് ഉണ്ടായിരുന്ന യുവർ പ്രോഗ്രാം, എന്നിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ടൂളൊക്കെ അതിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ നിലവിൽ എനിക്ക് ഇത് ഇവിടെ ഈ ടൂളിൽ നിന്ന് ലഭിക്കാത്തതുകൊണ്ട് നോട്ട് യെറ്റ് അവൈലബിൾ, ഇതുവരെ ലഭിക്കാത്തതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായേ? അപ്പോൾ ഈ ടൂളുകളൊക്കെ നമ്മൾക്ക് യുവർ പ്രോഗ്രാം, അതായത് മുകൾ ഭാഗത്തേക്ക് വരണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഈ ടൂൾ, ഈ കണ്ടന്റ് മോണിറ്റൈസേഷനുള്ള ടൂള്. ഈ ടൂള് നമ്മൾക്ക് മുകളിലേക്ക് എത്തണം, അതായത് യുവർ പ്രോഗ്രാമിൻ്റെ താഴെ എത്തണം. ഈ താഴെ എത്തിയതിന് ശേഷം ഇനി ഞാൻ പ്രൊഫൈലിലേക്ക് പോവാം. ഇതിപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ടൂളുകളാണ്. മറ്റേ പേജിൽ എനിക്ക് ടൂളുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് ഈ ലഭിച്ച ടൂളിൽ ഞാൻ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂള്, കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എനിക്ക് എൻ്റെ റീലിൽ ലഭിക്കുന്ന ഏണിങ്സ്, ഫോട്ടോയിൽ ലഭിക്കുന്ന ഏണിങ്സ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ്, വീഡിയോ, സ്റ്റോറി, അങ്ങനെ എല്ലാത്തിലും ലഭിക്കുന്ന ഏണിങ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്, അതായത് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ലഭിക്കാനുള്ള ടൂള്. ഓക്കെ, പിന്നെ ചില ആൾക്കാർ ധാരണ, അതായത് ആദ്യമൊക്കെ ഈ സ്റ്റാറും അതുപോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ടൂളൊക്കെ കിട്ടും. ഈ ടൂളൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഈ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടിവിടെ തന്നെ നമുക്ക് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ പേ ഔട്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ആൾക്കാരുടെ ഒരു ധാരണ എൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ഏണിങ്സ് വരാനുള്ള മാർഗമായി, അതായത് നമുക്ക് അക്കൗണ്ട് അവിടെ അക്കൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതും അതുപോലെ തന്നെ യൂസ് ടാക്സ് ഫോം ഒക്കെ ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ചറപറായിട്ട് ക്യാഷ് വരുന്നതാണ് പലരുടെയും ധാരണ.
ക്യാഷ് നമ്മൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂള് ലഭിക്കണം, കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് വന്ന് തുടങ്ങില്ലേ. ഈ ഒരു ടൂള് ലഭിച്ചതിന് ശേഷം നമുക്ക് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരും. ചിലപ്പോൾ മുൻകൂട്ടിയും വരും, ചിലപ്പോൾ ഈ സ്റ്റാർ കിട്ടിയ പാടും വരും, ചിലപ്പോൾ ഈ സ്റ്റാറും സബ്സ്ക്രിപ്ഷനും കിട്ടിയ പാടും വരും, ചിലപ്പോൾ ഈ സ്റ്റാറും സബ്സ്ക്രിപ്ഷനും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടിയതിന് ശേഷം വരും, ചിലപ്പോൾ ഈ മൂന്നും കിട്ടി നമുക്ക് നല്ല രീതിയിൽ ഒരു $10-25 ആകുന്ന സമയത്തായിരിക്കും വരുന്നത്. അപ്പം അത് ഏത് സമയത്താണ് വരുന്നറിയില്ല. അപ്പോൾ ആ നമുക്ക് ആ സമയത്ത് വരുന്ന സമയത്ത് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യണം, ബാങ്ക് US ടാക്സ് ഫോം ഫില്ല് ചെയ്യണം. എന്നിട്ട് അതൊക്കെ ചെയ്തതിന് ശേഷം ആണ് നമുക്ക് പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഏണിങ്സ് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടണം. ഈ ടൂള് കിട്ടാണ്ട് നിങ്ങൾക്ക് ഒരു 5 പൈസ ലഭിക്കില്ല. എന്നിരുന്നാലും സ്റ്റാറിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും ചെറിയ തുച്ഛമായ ചില എമൗണ്ട് ആരെങ്കിലും അയച്ചു തന്നാൽ ലഭിക്കുന്നുള്ളൂ. പക്ഷെ അതൊന്നും നമുക്ക് അതിനെ കൊണ്ടൊന്നും വലിയൊരു കാര്യമില്ല. നമുക്ക് മെയിനായിട്ട് ലഭിക്കേണ്ട ടൂള് ഈ ടൂളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫേസ്ബുക്കിൽ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.